നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ FC ബാഴ്സലോണ റൊണാൾഡോ അറൗഹോയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതാണ്. ആ ഘട്ടത്തിലാണ് ഇനീഗോ മാർട്ടിനസിന് പരിക്ക് പറ്റുന്നത്. മറ്റു മാർഗ്ഗങ്ങളില്ല. ബാഴ്സലോണയ്ക്ക് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നിലനിർത്തിയേ പറ്റൂ. അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ കോപ്പ ഡി എസ്പാന കിരീടം ചൂടിയ സമയത്ത് ആ സെലിബ്രേഷൻ്റെ ഘട്ടത്തിൽ പോലും റോബർട്ട് ലെവൻഡോസ്കിയും മറ്റ് ഗാവിയുമൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ പോസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ വരുന്നു. ഫബ്രിസിയോ റൊമാനോ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ബാഴ്സലോണ ആർ നൗ കൺവിൻസ്ഡ് ദാറ്റ് റൊണാൾഡോ അറൗഹോ വിൽ സ്റ്റേ അറ്റ് ദി ക്ലബ്, നോട്ട് ലിവിങ് ഇൻ ജാനുവരി. യെസ്, അറ്റ്ലീസ്റ്റ് ഈ ജാനുവരിയിലെങ്കിലും അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകാൻ തയ്യാറാവില്ല. ഇനി അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യും, അതിനുവേണ്ടി തയ്യാറായിരിക്കുന്നു. അത് ബാഴ്സലോണ കൺവിൻസ്ഡ് ആണ് എന്നാണ് റിപ്പോർട്ട്. ന്യൂ റൗണ്ട് ഓഫ് ടോക്സ് ടുക്ക് പ്ലേസ്. കഴിഞ്ഞ ദിവസം പുതിയ ഒരു ചർച്ച നടന്നു. ഡെക്കോയും അദ്ദേഹവും തമ്മിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ കാര്യങ്ങൾ ഓക്കെയാണ്. ബാഴ്സലോണയുടെ മുന്നിൽ ഒരു ഗ്രീൻ ലൈറ്റ് ഇപ്പോൾ റൊണാൾഡോൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. യുവൻറ്റസിൻ്റെ എഫേർട്സ് ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ബാഴ്സയിൽ തുടരാൻ ഇപ്പോൾ റൊണാൾഡോ അറൗഹോ തയ്യാറാണ് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞില്ല. ഫബ്രിസിയോ വീണ്ടും പറയുന്നു, ബാഴ്സലോണ ഇനി ഇപ്പോൾ ഈ ജൂൺ മാസം വരെ എന്തായാലും തുടരും. അത് പോരാ, ഒരു പുതിയ ഡീലിന് വേണ്ടിയിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ടേംസിൽ ഡിസ്കഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. നെഗോസിയേഷൻസ് അധികം വൈകാതെ തന്നെ പുതിയ രൂപത്തിൽ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഗാവി, പെഡ്രി, ദെൻ ഓൾസോ ലാമിൻ യമാൽ ആർ എക്സ്പെക്റ്റഡ് ടു സൈൻ ന്യൂ ഡീൽ സൂൺ എന്നുകൂടി അദ്ദേഹം പറയുന്നത്. അതായത് തങ്ങളുടെ പ്രധാനപ്പെട്ട യുവതാരങ്ങളെ നിലനിർത്താനുള്ള പദ്ധതികളിലേക്കും ബാഴ്സലോണ നടക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.